അകുംബെ വഴി ഞങ്ങൾ ശൃംഗേരിക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നേ അകുംബെ എത്തുന്നതിന് മുന്നേ സോമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു ചെറിയ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നീർദോശ കിട്ടും. നീർദോശ എന്ന് പറഞ്ഞാൽ ഈ ഇളം തേങ്ങ വെച്ച് അരച്ചുണ്ടാക്കുന്ന ഒരു ദോശയാണ്. ഹലോ എവരിവൺ, ദിസ് ഈസ് സുജിത് ഭക്തൻ ഫ്രം ടെക് ട്രാവൽ ഈറ്റ് ആൻഡ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് അകുംബെയാണ്. ആക്ച്വലി ഞങ്ങൾ ഇന്ന് രാവിലെ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ശൃംഗേരി പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ ശൃംഗേരി പോകുന്നത് അകുംബെ വഴിയാണ് നമ്മൾ ശൃംഗേരി പോകുന്നത്. അകുംബെ എന്ന് പറയുന്നത് ആക്ച്വലി രാജവെമ്പാലകളുടെ കേന്ദ്രമാണ്. ഇത് നമ്മൾ താഴെ സോമേശ്വർ എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ വന്നിട്ട് അവിടെ നിന്ന് കട്ട് സെക്ഷനാണ് മേളിലോട്ട്. ഒരു സ്റ്റീപ്പ് കയറ്റമാണ്, ഒരു 8 കിലോമീറ്റർ കണ്ടിന്യൂസ് കയറ്റമാണ്. മുകളിൽ പോയി കഴിയുമ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ അകുംബയിൽ കാണാൻ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കുന്താദ്രി ബേട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ പോകാം നമുക്ക്. പിന്നെ പ്രധാനമായിട്ട് കുറെ ട്രക്കിംഗ് ഏരിയാസ് ആണ് അകുംബയിലുള്ളത്. കുറെ വെള്ളച്ചാട്ടങ്ങളും മറ്റുമൊക്കെ കുറച്ച് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റിയ വെള്ളച്ചാട്ടങ്ങളും മറ്റുമൊക്കെ ധാരാളം ഉണ്ട്. അവിടേക്ക് എന്തായാലും എനിക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല, കാരണം ഞാൻ അതിന്റെ പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു ട്രിപ്പ് ഞാൻ അതിന് വേണ്ടി വരുന്നതായിരിക്കും. അപ്പൊ ഇപ്പം നമുക്ക് അകുംബെ കാണാൻ, വണ്ടിയും കൊണ്ട് പോയിട്ട് കാണാൻ പറ്റിയ, അല്ല അകുംബെ വഴി പാസ് ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ശൃംഗേരിക്ക് പോകാം. അകുംബെ കയറിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മേളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടെ വന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിന്റെ മുമ്പിലായിട്ട് ഒരു ബോട്ടിംഗ് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ പെഡൽ ബോട്ടാണ് മെയിൻ ആയിട്ടുള്ളത്. പെഡൽ ബോട്ടിംഗ്. പിന്നെ ഒരു ചെറിയൊരു തടാകമാണ്. ആ തടാകത്തിന്റെ ഉള്ളിൽ ഒരു ബോട്ടിംഗ് സൗകര്യമുണ്ട്. ഇവിടെ അകുംബയില് ആകെ ഉള്ളത് മല്ലയ റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് താമസിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു 5-6 ലഘു ഭക്ഷണശാലകളും ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇവിടെ അകുംബെ നമ്മളിപ്പം ശൃംഗേരി പോകുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കുന്താദ്രി ബേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കുന്താദ്രി ബേട്ട കുറച്ച് വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു കയറ്റം കയറി വേണം കുന്താദ്രി ബേട്ടയിലേക്ക് പോകാനായിട്ട്. അവിടെ പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടാണ് ഞങ്ങൾ ശൃംഗേരി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുന്താദ്രി ബേട്ടയിലൂടെ ഇപ്പോൾ പോകാം. ഞങ്ങളിപ്പോൾ കുന്താദ്രി ബേട്ട കയറാൻ പോവാണ്. ഇവിടുന്ന് ആ കാണുന്ന മലയുടെ മണ്ടയ്ക്ക് പോകണം. അവിടെയാണ് ജെയിൻ ടെമ്പിൾ ഉള്ളത്. വണ്ടി എങ്ങനെയാ കയറുമെന്ന് അറിയില്ല. ഭയങ്കര സ്റ്റീപ്പ് കയറ്റമാണ്. എന്തായാലും പോയി നോക്കാം. ഞാനിത് സെക്കൻഡ് ടൈമാണ് കുന്താദ്രി ബേട്ടയിൽ വരുന്നത്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരുമില്ല. ശരിക്കും നല്ല പേടിയുണ്ട്. കാരണം ഒറ്റ മനുഷ്യനില്ല ഇവിടെ. കാരണം താഴെ ആ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കണം അറിയാത്ത ആൾക്കാർ വരുന്നവർ തിരിച്ചു പോകുന്നുണ്ടാവും. എന്തായാലും നമ്മളിപ്പോൾ മേളോട്ട് പോവാണ്. ആരെങ്കിലും വല്ല കള്ളന്മാരോ എല്ലാം വന്ന് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ കാര്യം തീർന്നു. ഗോപി
അപ്പോൾ കഴിഞ്ഞ തവണത്തേലും ഇവർ ഞാനിവിടെ കാണുന്ന ചേഞ്ചസ്, ഇവിടെ ഒരു പുതിയൊരു സംഭവം ഇത് വന്നു, ഒരു ഇരിക്കാനുള്ള സ്ഥലം. ഈ അമ്പലം അവർ പെയിൻ്റ് അടിച്ച് വൃത്തികേടാക്കി. ഞങ്ങൾ ഇന്നലെ പോയ താമ്പടിച്ചുള്ള പോലെ ആ കല്ല് ഒരു പെയിൻറ്റും അടിക്കാതെ വൃത്തിയായിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് പെയിൻ്റ് അടിച്ച് അതിൻ്റെ ആ ഒരു പഴമ കളഞ്ഞു. അടിപൊളിയല്ലേ, നല്ല കിട്ടില്ല, നല്ല വ്യൂ ആണ്, രക്ഷയില്ല. അത് ഫുൾ നമ്മുടെ മലയുടെ മേളിൽ നിന്നാൽ നമുക്ക് ചുറ്റുമുള്ള താഴ്വാരം കാണാൻ പറ്റും. അനാസ്ഥ കണ്ടില്ല, ഓരോ സാധനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു ഇതുമില്ലാതെ. ഇതൊക്കെ ശരിക്കും എന്ത് ഇതാണെന്ന് എനിക്ക് ശരിക്കും ഇതൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഈ ജെയിൻ ടെമ്പിളൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന കാണുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. എന്നാലും നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ കയറി കാണാം. അഗുംബയിൽ വന്നിട്ട് കുന്താദ്രി പേട്ട, അഗുംബയിൽ നിന്ന് ജസ്റ്റ് 7 കിലോമീറ്ററേ ഉള്ളൂ. അഗുംബയിൽ വന്നിട്ട് കുന്താദ്രി പേട്ടയിൽ പറ്റുവാണെങ്കിൽ ഏർലി മോർണിംഗ് വരിക, ഇറ്റ് വിൽ ബി വെരി ഗുഡ്. അപ്പോൾ ആരും ഇല്ലാത്ത കുന്താദ്രി പേട്ടയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി പോവുകയാണ്. ശരിക്കും നല്ല പേടിയുണ്ട്, ആരും ഇല്ലാത്തതുകൊണ്ട്. വളരെ നമ്മൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം, വിജനമായൊരു പ്രദേശം, ഒറ്റ മനുഷ്യനില്ല. അയ്യോ, താഴെ ഗേറ്റ് പൂട്ടി കിടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആകെ ടെൻഷനാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം സ്ഥലം വിടുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കൂടുതൽ ട്രാവൽ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ.